ഹായ് മക്കളെ, ഞാനീ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കില്ല, എന്നാലും എനിക്കത് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഇന്ന് എനിക്കൊരു കിഡിലൻ വീഡിയോ ചെയ്യാനുള്ള ചാൻസാണ് മിസ്സായത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ +2 ഇതുവരെ ടൈം ടേബിൾ വരാത്തപ്പം എന്താ ടൈം ടേബിൾ എങ്കിലും താഴെ സർക്കാർ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, +2 ഓണം എക്സാമിൻ്റെ ടൈം ടേബിൾ എത്തിയിട്ടുണ്ട്. ബിഗ് ബ്രേക്കിംഗ് ന്യൂസാണ്. ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, വാട്സപ്പിലൊക്കെ ടൈം ടേബിൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഈ ടൈം ടേബിളിൻ്റെ കൂടെ എനിക്കൊരു ചെറിയ സംശയം കൂടെ വന്നിട്ടുണ്ട്. അതെന്താ ഞാൻ ഏറ്റവും അവസാനം പറയാം. അതിനു മുമ്പ് വളരെ ക്വിക്കായിട്ട് ടൈം ടേബിൾ നോക്കാം. ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ തരക്കേടില്ലാത്ത കുഴപ്പമില്ലാത്ത ടൈം ടേബിളാണ്. എബോവ് ആവറേജ് ആണ്. 3 out of 5 ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ടൈം ടേബിൾ ആട്ടോ. കാരണം എന്താ വെച്ചാൽ 4-ാം തീയതിയാണ് പരീക്ഷ തുടങ്ങുന്നത്. ആദ്യം സെക്കൻഡ് ലാംഗ്വേജ് ആണ്, പിന്നെ ഇംഗ്ലീഷാണ്. അതൊക്കെ കമ്പാരിറ്റീവ്ലി നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ മാത്സ് ആണ് വരുന്നത് വെള്ളിയാഴ്ച. പിന്നെ 2 ദിവസത്തെ അവധിക്ക് ശേഷം നിങ്ങൾക്ക് ബയോളജിയാണ്. അവിടെ മാത്രം വേണേൽ നമുക്ക് ഫിസിക്സ് കൊടുക്കായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ലല്ലേ. നമുക്ക് +2 ആണ്, ഓണപ്പരീക്ഷയാണ്. അപ്പോൾ ഇന്ന സബ്ജക്റ്റ് ഒന്നുമില്ല. തിങ്കളാഴ്ച മാത്രം രാവിലെ ബയോളജി, ആഫ്റ്റർനൂൺ കമ്പ്യൂട്ടർ സയൻസ്. അത് പക്ഷെ ഒറ്റ കുട്ടികളെ ബാധിക്കൂല. 2 വിഷയങ്ങളാണ്. പിന്നെ എന്താണ്, ചൊവ്വാഴ്ച ഫിസിക്സ്. ബുധനാഴ്ച എന്താ സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇനി പിന്നെ വല്ല അവധി ഉണ്ടോ എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ചയാണ് കെമിസ്ട്രി തന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ്, കെമിസ്ട്രി പഠിക്കാൻ നമുക്ക് ഒരു ദിവസം കൂടെ കൂടുതൽ കിട്ടുന്നുണ്ട്. ടൈം ടേബിൾ എന്താണ്, നല്ല എബോവ് ആവറേജ് ടൈം ടേബിളാണ്. എന്താ പറയുക, ഡെയിലി ഒരു എക്സാമേ ഉള്ളൂ, നല്ല സുഖമാണ്. പക്ഷേ ഇതിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ, സംഭവം +1 ടൈം ടേബിൾ വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തതുപോലെ തന്നെ എന്താണ്, സ്കൂളിൽ നിന്നായിരിക്കും നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുക എന്നുള്ളത് സർക്കാർ മാറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം വന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ടൈം ടേബിൾ ഉണ്ട്, പക്ഷെ അവർക്ക് ടൈം ടേബിൾ പോലും ഇല്ലാത്ത സ്ഥിതിക്ക് എന്താണ്, മിക്കവാറും നിങ്ങളുടെ ചോദ്യ പേപ്പർ സർക്കാർ തന്നെ ഇടാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാൻ കേട്ടോ. അതായത് കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും കമൻറ്റ് ഇട്ടിട്ട് സ്കൂളിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഇടരുത് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ള എന്ത് ചെയ്യണം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ചെറിയ രീതിയിൽ ഒരു പേടി തോന്നിയിട്ടുണ്ട്, സ്കൂളിൽ നിന്ന് തന്നെ മതിയായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അത് സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്യുക. ആൻഡ് വീഡിയോ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അവർക്കും എന്താവട്ടെ, ടെൻഷൻ ആവട്ടെ, സീരിയസ് ആവട്ടെ. പക്ഷെ എന്താണ്, ഓണപ്പരീക്ഷയ്ക്ക് എഡ്യൂപോർട്ട് കൂടെ ഉണ്ടാവും. ശരി.